നൂറുകണക്കിലേറെ കോളേജുകളുടെ മഹാനരായ നേതാവ്, ഈ ഉമ്മത്തിന്റെ നേതാവ്, വാപ്പാന്റെ വാപ്പമാരൊക്കെ യമനി പരമ്പരയിലൂടെ വന്ന വലിയ തങ്ങള് കുടുംബത്തിലുള്ള മഹാപണ്ഡിതരായ മഹാനർ. ആ മഹാനരെ കുറിച്ച് ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വഹാബി പ്രസംഗിച്ചെന്തറിയാ, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുശ്രിക്കാണ്, കഫറാണ്, ഓനക്കാലും നല്ലോന്, അയാളെക്കാലും മൂമിന് അബൂ ജഹലാണ്. ഇതാണ് ഇവരെ വീക്ഷണം, ഇതാണ് ഇവരെ വീക്ഷണം. നമുക്ക് അവരോട് എതിർപ്പൊന്നുമില്ല. ഇങ്ങനെ പറയണ്ട, ഞങ്ങൾ പാർട്ടിയാക്കുന്നല്ല, നിങ്ങൾ ഞങ്ങളെ കാഫറാക്കണ്ട. സയ്യിദുൽ ഉലമാ മുസ്ലിം അല്ല, അയാൾ അങ്ങനെ ഇങ്ങനെ, അയാളെ കാട്ടി അബൂ ജഹലാവും ചെല്ലെങ്കിൽ ഒരു മനുഷ്യനെ അത് ഞങ്ങൾ ചെല്ലാൻ നാവ് വരുന്ന അങ്ങനെയെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ ഒരു ലോക്കൽ മനുഷ്യനെ പോലെ അങ്ങനെ ചെല്ലോ, നീ കാഫർ, നീ മുശ്രിക്ക് ചെല്ലോ. ഞങ്ങൾ ഇന്നോളൊരു സലഫി വഹാബിനെ അങ്ങനെ ചെല്ലിച്ചാലോ? ചെല്ലാൻ പാടില്ലാലോ. ഞങ്ങളെ നിസ്കാരം നിസ്കരിക്കുകയും കിബിലാക്ക് മുന്നിടുകയും ചെയ്യുന്നവരെ ഞങ്ങളെ കാഫറാക്കുന്നില്ല, ആക്കിയിട്ടില്ല. ഇവർക്ക് എന്ത് ധൈര്യം, എന്തെല്ലാം പറയുന്നത്. പള്ളിന്റെ ഉസ്താദ്മാരെല്ലാം പൂജാരി, ഇയാള് വലിയ പൂജാരി. എന്താ ഇയാളെ പള്ളിയിൽ മക്കാമുണ്ട്, പിന്നെ ചെല്ല വേണ്ടല്ലോ. കേട്ടിട്ടില്ല നിങ്ങൾ? ഇതെല്ലാം ഞങ്ങൾ ആലിമീങ്ങളെ കുറിച്ച് പറയുന്ന പറച്ചലാണ്, ഞങ്ങളെ പള്ളികളെ സംബന്ധിച്ച് പറയുന്ന പറച്ചലുകളാണ്. ഞങ്ങളെ മഹാന്മാരായ നേതാക്കളെ കുറിച്ച് ഇവരുടെ വിശ്വാസമാണ്, വീക്ഷണമാണ്. അപ്പൊ നമുക്ക് അവരെ വഴിക്ക് വിടാം, അവരുടെ വാദഗതികളെ ചവറ്റുകോട്ടയിലേക്ക് എറിയാം. അല്ലാഹു തആല ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ശംസുൽ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ ഞങ്ങളെ അടിയുറപ്പിച്ച് നിലനിർത്തി തരട്ടെ. നിങ്ങൾ എപ്പോഴും ദുആരക്കുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആരക്കുക എന്ന് മാത്രം വസിയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. സംഘാടകർ ഉണർത്തിയ സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദും രഞ്ജലാടി ദാരിമി ഉസ്താദും മറ്റു പണ്ഡിതന്മാരൊക്കെ ബാക്കിയുണ്ട്. മഹാനരായ സയ്യിദ് അവറുകൾ, തങ്ങളവറുകൾ, ഞങ്ങളൊക്കെ എല്ലാമായ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഹാനായ തങ്ങളവറുകൾ ഞങ്ങളുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരിത്തിരി സമയം വേണ്ടതുകൊണ്ട് എന്നോട് സമയം ഏകദേശം തീർന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ತಂಗಳರವರ ದುವಾ ನೇತೃತ್ವಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣಕ್ಕಾಗಿ ಕೆಆರ್ ಹುಸೇನ್ ದಾರಿಮಿ ರಂಜಲಾಡಿ ಉಸ್ತಾದ್ ಅವರನ್ನು ಪೋಡಿಯಂ ಬಳಿ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വളരെ പരിശുദ്ധമേറിയ ഈ മജ്ലിസ് അല്ലാഹു നമ്മിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ പ്രിയങ്കരനായ കൂട്ടുകാരൻ, ഞങ്ങൾ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അല്ലാഹു നമ്മുടെ ജില്ലക്കെന്നല്ല നമ്മുടെ സ്റ്റേറ്റിലേക്കും കേരളത്തിലും അനുഗ്രഹീത ശബ്ദം അല്ലാഹു അത് ഹയാത്ത് കാലം മൊത്തം നിലനിർത്തി തരട്ടെ. ഞാൻ ഈ പ്രസംഗിക്കാനൊന്നുമല്ല, ബഹുമാനപ്പെട്ട തങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നെ ഒരു പ്രാസ്താവിക ഭാഷണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഇട്ടിട്ടുണ്ട്. ഞാനൊന്നും പ്രാസ്താവികമായി ഒന്നും സംസാരിക്കാതെ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ വലിയ സന്തോഷമുള്ള ഈ സാരപ്പുണി എന്ന് പറയുന്ന ഈ ചെറിയ ഒരു പ്രദേശം, നേരത്തെ നിസാമി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരു 10-30 കൊല്ലത്തിൻ്റെ പാരമ്പര്യമുള്ള ശംസുൽ ഉലമായുടെ പേരിൽ തുടങ്ങിയ എൻഗവൻസ്, ആ കാരണം കൊണ്ട് തന്നെ ഇന്ന് വലിയ ഒരു നാടായി. നൂറുകണക്കിൻ്റെ മഹല്ലുകളുള്ള വീടുകളുള്ള വലിയ വലിയ സമ്പന്നരുള്ള വീടിനെല്ലാം കവിച്ച് അതിർ കടന്ന് മറികടന്ന് നമ്മുടെ സാരപ്പുണി ഉയർന്നു വരികയാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ ത്യാഗങ്ങൾ, കഷ്ടങ്ങൾ, ബഹുമാനപ്പെട്ട മദനി ഉസ്താദിനെ പോലെയുള്ള ആളുകളുടെ നേതൃത്വം, പഴയ കാലത്തെ മനുഷ്യന്മാർ, അവരിൽ പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല.
അൽഹംദുലില്ലാ, ഇന്ന് ഈ യുവാക്കൾ ഇന്ന് വലിയ ഒരു സുന്ദരമായ ഒരു അള്ളാഹുവിൻ്റെ ഭവനം, നല്ല ഉയർന്ന ഒരു മദ്രസ കെട്ടിടം, മാത്രമല്ല ആർക്കും ഒന്ന് വന്ന് നിസ്കരിക്കാൻ തോന്നുന്ന സൗകര്യമുള്ള ഈ സ്ഥലം, ഇതിൽ പ്രതിവർഷവും മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിൽ വലിയ പരിപാടികൾ പരിപാടികളൊക്കെ ഈ നാട്ടുകാർ എത്ര കഷ്ടമായാലും നടത്തി വരുന്നു. നേരത്തെ അഷ്റഫ് സൂചിപ്പിച്ചു, ഇന്നലെയും മഴയായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ അല്ലാഹു നല്ല ഒരു അന്തരീക്ഷം തന്നു. ഇനിയൊരു പ്രാർത്ഥന മാത്രം. ആ പ്രാർത്ഥന അത് അള്ളാഹുവിൻ്റെ മഹത്തുക്കളാകുന്ന സ്വാലിഹീങ്ങളെ, പ്രത്യേകിച്ച് ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ, ഈ മജ്‌ലിസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൂരെ നിൽക്കുന്ന, റോഡിൻ്റെ വക്കിൽ നിൽക്കുന്ന, പരിസരത്ത് നിൽക്കുന്ന ആളുകളോടൊക്കെ പറയുവാനുള്ളത്, തങ്ങളുടെ ദ്വാക്ക്, തങ്ങനെ കുറേ നേരം ദ്വാരെന്ന് നിങ്ങളെ സമയം കളയുമെന്ന് വിചാരിക്കരുത്. തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഈ സദസ്സ് ഒരുങ്ങുക. നിങ്ങളെല്ലാവരും ആ ഇരുന്ന കസേര ഒന്ന് കുറച്ചോ എടുത്തിട്ട് മുന്നേക്ക് വന്നിട്ട് തങ്ങളുടെ എല്ലാം ഒന്ന് എണീച്ചിട്ട് അടുത്ത് വന്നിട്ട് എണീച്ചിട്ട് നിങ്ങൾ ഇരുന്ന കസേര, എക്സ്ട്രാ കസേര ആരും കൊണ്ടുവരണ്ട. കുറഞ്ഞ സമയം അന്നൊന്ന് അടുത്ത് വരി. ആ ബാക്കിൽ നിൽക്കുന്ന ആൾ ഉസ്താദ്മാർ ഇങ്ങ് വരും, സ്റ്റേജിക്ക് വരി. കുറഞ്ഞ ആളുള്ളത് പുറത്താനും പോണ്ട, ആരും എണീച്ചിട്ട് പോയിരുന്ന 3 ആളുകൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്‌ലിസിലേക്ക് കടന്നു വന്നു. അത് പള്ളിയിലായിരുന്നു ആ മജ്‌ലിസ്. അത് അള്ളാഹുവിനെ ഓർക്കുന്ന, ദിക്ർ ചൊല്ലുന്ന നല്ല ഒരു മജ്‌ലിസായിരുന്നു. ആ 3 ആളുകളിൽ നിന്ന് 2 ആളുകൾ, ഒരാള് ഒരൽപ്പം സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാൻ പറ്റിയ ജാഗ, അവിടെ വെച്ച് ഇരുന്നു. മറ്റൊരാള് അതിൻ്റെ ബാക്കിൽ ഒരൽപ്പം സ്ഥലമുണ്ട്, അവിടെ ഇരുന്നു. മറ്റൊരാൾ കഴിഞ്ഞിട്ട് പോയി, ഇരുന്നില്ല. മജ്‌ലിസ് കഴിഞ്ഞ ശേഷം പ്രവാചകർ ആ 3 ആളുകളെ കുറിച്ച് ചോദിച്ചു. അറിഞ്ഞോ? ഈ 2 ആളുകൾ രക്ഷപ്പെട്ടു. 2 ആളുകൾ അവർ അള്ളാഹുവിൻ്റെ ദിക്റിന്റെ മജ്‌ലിസിനെ ഗൗരവിച്ചു. ഇപ്പൊ നിങ്ങൾക്കും ഉണ്ടാവും മടി, ഇനിയിപ്പോ റൂമില മറല്ല, ഞാനിപ്പോ തങ്ങൾ വരാനാണ് കാക്കുന്നത്, തന്നപാട് അൽഹംദുലില്ലാ ദ്വാരക്കാൻ. ഇത് ഇനിയിപ്പോ കുറെ സമയമെല്ലാം കഴിഞ്ഞു പോയി. നിസാമിസ്ത നല്ല വയല് പറഞ്ഞ് ഇനിയിപ്പോൾ ഇയാൾ എണീച്ച് നിന്നിട്ട് എന്താക്കുന്നിട്ട് എനിക്ക് ബേജാറുണ്ടാവും. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂല് ആ ഇടയിലിരുന്ന മനുഷ്യനെ സംബന്ധിച്ച് പ്രവാചകർ പറഞ്ഞത്, അവൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമേറിയ ദിക്റിന്റെ മജ്‌ലിസിനെ ഹയാത്താക്കി, അള്ളാഹു ആ മനുഷ്യനെയും ഹയാത്താക്കി. കഴിഞ്ഞില്ല, അതിൻ്റെ ബാക്കിൽ ഒരാൾ ഇരുന്നുവല്ലോ, ആ മനുഷ്യനും രക്ഷപ്പെട്ടു. 3-മത്തെ ഒരാൾ പോയല്ലോ, അവൻ പോയി. ലോകത്തിന്റെ കാരുണ്യത്തിന്റെ കടൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ നമ്മൾ മജ്‌ലിസുകൾ, ദിക്റിന്റെ മജ്‌ലിസുകൾ, ഇത്തരം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, അതോടൊപ്പം ശംസുൽ ഉലമയെ പോലെയുള്ള വിലായത്തിന്റെ, കറാമത്തിന്റെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ദീർഘകാല ഖിദ്മത്ത് ചെയ്ത് ദീനിനെ ഹയാത്താക്കിയ ശംസുൽ ഉലമയെ പോലെയുള്ള ആളുകളുടെ മദ്ഹ് ചൊല്ലുന്ന, യദ്കുറൂനല്ലാഹു അസ്സ വജല്ല, അള്ളാഹുവിനെ ഓർക്കുന്ന ആ മജ്‌ലിസ് ഇല്ല നസലത്ത് അലൈഹിമുസ് സക്കീന, അവരിലേക്ക് സക്കീനത്ത്, ബേജാറുള്ളവർ, പ്രയാസമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, രോഗമുള്ളവർ, അവർക്ക് അള്ളാഹുവിൻ്റെ സക്കീനത്ത്, സമാധാനം, രോഗശമനം ആ മജ്‌ലിസിലേക്ക് ഇറങ്ങുകയാണ്. വഹഫത്തുഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ വാനലോകത്തിൻ്റെ കോടിക്കണക്കിൻ്റെ മാലാഖമാർ അവരെ പൊതിയുകയാണ്. വഗശിയത്തുഹുമുർ റഹ്മ, അവരെ റഹ്മത്ത്, റഹ്മത്ത്, കാരുണ്യം അവരെ പൊതിയുകയാണ്. 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അവരുള്ള മജ്‌ലിസിനെ
അള്ളാഹുവിൻ്റെ അരികിൽ പോയി റബ്ബേ സാരപ്പുണിയിൽ വെച്ചും കൊണ്ട് ഒരു പുതിയ പള്ളിയുടെ പരിസരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്‌ലിസിൽ ശംസുൽ ഉലമയുടെ മദ്ഹ് ചൊല്ലുന്ന മജ്‌ലിസിൽ ഇന്നാൽ ഇന്നവൻ ഇരിക്കുകയാണ്. അവൻ എന്ത് ചോദിക്കുന്നുമോ അവൻ ചോദിക്കുന്നത് ഞാൻ നൽകുമെന്ന് പടച്ച റബ്ബിനോട് നൽകാൻ അള്ളാഹുവിന്റെ മാലാക്കമാർ ശുപാർശ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് 3 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ബർക്കത്തിന് വേണ്ടി ശംസുൽ ഉലമ ഇത്ര വലിയ പദവിക്ക് എങ്ങനെ എത്തി? ലോകത്ത് ഔലിയാക്കന്മാരും വലിയ 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 ആളുകള് ഇൽമുള്ളവർ ഇല്ലാഞ്ഞിട്ടല്ല, ശംസുൽ ഉലമ ഈ പദവിക്ക് എങ്ങനെ എത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ശംസുൽ ഉലമയുടെ 2 മക്കളെ മലപ്പുറം ജില്ലയിലെ കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കെട്ടിച്ചു കൊടുത്തു. ഞാൻ ആ സംഭവം ഇപ്പൊ സംഭവത്തെ ഓർമ്മപ്പെടുത്തി വന്നതാണ്. അവിടേക്ക് കെട്ടിച്ചു കൊടുത്ത ശംസുൽ ഉലമയുടെ ഒരു മകളുടെ അടുത്തേക്ക് ഒരു ഉസ്താദന്മാർ ആലിമീങ്ങൾ ശംസുൽ ഉലമയെ പറ്റി പഠിക്കാൻ, ഞങ്ങൾ ഓതിയിട്ടുണ്ട്, ശംസുൽ ഉലമയെ കേട്ടിട്ടുണ്ട്, ശംസുൽ ഉലമയുടെ വീടിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഹജ്ജുമ്മ ശംസുൽ ഉലമയുടെ മകളോട് പോയി ചോദിച്ചു, ബാപ്പയുടെ വീട്ടിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരുപാട് കാര്യങ്ങൾ മകൾ ഈ ആലിമീങ്ങളോട് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഹജ്ജുമ്മ ആലിമീങ്ങളോട് ഒരു കാര്യം പറഞ്ഞത് ഞാൻ സൂചിപ്പിക്കുകയാണ്, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശംസുൽ ഉലമ ഇത്ര വലിയ പദവിക്കെത്താൻ കാരണം ഒരു ദിവസം ഞങ്ങളെ മക്കളെയും എൻ്റെ ഉമ്മ ഫാത്തിമാനെയും കുടുംബക്കാരെ എല്ലാം ഈ വീട്ടിൽ ശംസുൽ ഉലമ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, പൊന്നുമക്കളെ, ഞാൻ 40 വർഷമായി പരിശുദ്ധ സമസ്തക്ക് ഞാൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരുപാട് ലക്ഷക്കണക്കിൻ്റെ ശിഷ്യന്മാരുണ്ട്. അള്ളാന്റെ തൗഫീഖോട് കൂടെ ഞാനൊരു സദസ്സിൽ രണ്ടാമനാകേണ്ട വന്നിട്ടില്ല എൻ്റെ ജീവിത കാലഘട്ടത്തിൽ. എങ്കിൽ ഞാൻ ഈ പദവിക്ക് എത്തിയതിന്റെ പിന്നിൽ എൻ്റെ ഒരു ഉസ്താദുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചെറുപ്പക്കാർക്ക്, SKSSFകാർക്ക്, സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയ, ഞാൻ ഇതായി പറയുകയല്ല, ഇന്നത്തെ സമസ്ത എല്ലാവർക്കും നഷ്ടപ്പെട്ടിരുന്ന് ചെറുതാക്കിയല്ല, നമ്മുടെ പ്രവർത്തകന്മാർക്ക്, ശംസുൽ ഉലമയുടെ അനുയായികൾക്ക്, ഞാൻ SKSSFകാരനാണെന്ന് അഭിമാനിക്കുന്നവർക്ക് ഒന്ന് പറയാനുള്ളൂ. ശംസുൽ ഉലമ തൻ്റെ മകളോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ പൊന്നുമക്കളെ, ഞാൻ ഈ സ്ഥാനത്തെത്താൻ കാരണം എൻ്റെ ഒരു ഉസ്താദാണ്. ആരാണ് ഉസ്താദ്? ബാഖിയാത്ത് സ്വാലിഹാത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുർ റഹീം ഹസ്രത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതൻ വേണ്ടത്ര കിതാബ് തിരിയും, വേണ്ടത്ര ചൊല്ലിക്കൊടുക്കാൻ കഴിയും. പക്ഷേ ആ പണ്ഡിതനിക്ക് വേണ്ടത്ര വാചാലതയില്ല, സംസാരിക്കാൻ കഴിയില്ല. ആ ഉസ്താദ് ബാഖിയാത്ത് സ്വാലിഹാത്തിൽ ക്ലാസ് എടുക്കുമ്പോ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്ക് ശംസുൽ ഉലമ പോയപ്പോ ശംസുൽ ഉലമാനെ എടുത്തില്ല, സെലക്ഷൻ ചെയ്തില്ല. ചെറിയൊരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ അതിൽ ഒരു ബൈത്തും എഴുതിയിട്ട് വന്ന് ഉസ്താദന്മാർ വായിച്ചു നോക്കി പറഞ്ഞു, ഇത് സാമാന്യ മനുഷ്യനല്ല, ഇത് കേരളക്കരയിൽ നിന്ന് വന്നത് ഈ കടലിൽ നിറച്ചാലും ഈ കപ്പലിൽ നിറച്ചാലും നിറയാത്തത്ര അറിവ് കൊണ്ട് നിറക്കപ്പെടേണ്ട ഒരു പണ്ഡിതനാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ബാഖിയാത്ത് സ്വാലിഹാത്തിൽ സീറ്റ് കൊടുത്തു. എന്നിട്ട് ആ ഉസ്താദിൻ്റെ അടുത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഒരു കുരുത്തം കെട്ട ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. വലിയ തിക്കോടിക്കാരൻ, നമ്മുടെ നന്ദി ദാറുസലാമിൻ്റെ അടുത്ത സ്ഥലത്തുള്ള തിക്കോടിക്കാരൻ ഒരുത്തൻ എപ്പോഴും ആ ഉസ്താദിൻ്റെ മുന്നിൽ എണീച്ച് നിൽക്കും. എന്നിട്ട് ഉസ്താദ് എന്തെങ്കിലും മസാലകൾ പറഞ്ഞാൽ, കിതാബോധി കൊടുത്താൽ ഉടനെ തന്നെ ചോദ്യം ചെയ്യും, ക്വസ്റ്റ്യൻ ഇടും. അയാൾക്ക് ആ ഉസ്താദിന് എത്ര പെട്ടെന്ന് മറുപടി പറയാം, കാരണം വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. ഇത് കൂടെയുള്ളവർക്ക് വലിയ ബേജാറായി. എപ്പോഴും ചോദ്യം നമുക്കുണ്ടാവല്ലോ, എപ്പോഴും ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടേ വരുന്ന ആള്. ഏത് മീറ്റിങ്ങിൽ വന്നാൽ ഒന്ന് എണീച്ച് എന്നിട്ട് ചോദിക്കും. എല്ലാവർക്കും കാത്തു നിൽക്കും. ചില ടൈമിൽ അവൻ ചവിട്ടിട്ടങ്ങ് പുറത്താക്കും, പിന്നെ അകത്തോട്ട് വരില്ല. ചോദ്യം ചെയ്യുന്ന സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നേരെ ബഹുമാനപ്പെട്ട ഹസ്രത്തിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, രാത്രി സമയത്ത് റൂമിലേക്ക് കയറിയിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് പൊരുത്തം തരണം. എന്തിനാണ് പൊന്നുമോനെ നിനക്ക് പൊരുത്തം തരേണ്ടത്? നാളെ ആ കുട്ടി ചോദ്യം ചെയ്യുമ്പോൾ അവനിക്ക് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം, എനിക്ക് അനുവദിച്ചു തരണം.
ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹീം ഹസ്രത്ത് തൻ്റെ തലയിലെ തലപ്പാവെടുത്ത് താഴെ വെച്ചുകൊണ്ട് ആ കുട്ടിയുടെ തലയിൽ, ശംസുൽ ഉലമയുടെ തലയിൽ ഒന്ന് തലയോടിപ്പോയി. മാഷാ അല്ലാഹ്, ബിബറക്കത്തി ബിസ്മില്ലാഹി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മാഷാ അല്ലാഹ്, ഞങ്ങൾ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന എൻ്റെ റോഡിൻ്റെ ബക്കിലും റോഡിൻ്റെ കരയിലും നിൽക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളത്, ഹും ജുലസാഉ ഖൗമിൻ ലാ യഷ്കാ ജലീസുഹും, അവർ ഒരു ഇരുത്തക്കാരാണ്. ആ ദിക്റിന്റെ മജ്ലിസിൽ ഇരുന്ന ഇരുത്തക്കാർ, ലാ യഷ്കാ ജലീസുഹും, അവരുടെ ഇരുത്തം പരാജയപ്പെട്ടു പോയിട്ടില്ല, അത് തോറ്റ ഇരുത്തമല്ല. ദൂരെ നിൽക്കുന്നവരോട് അബ്അദഹുമുല്ലാഹ്, പടച്ച റബ്ബ്, നേരത്തെ റസൂലുള്ളാഹി പറഞ്ഞുവല്ലോ, 3 ആളുകളുടെ കൂട്ടത്തിൽ 2 ആളുകൾ എൻ്റെ മജ്ലിസിൽ ഇരുന്നുവല്ലോ, അവർ രക്ഷപ്പെട്ടു. ആ പോയ ദൂരെ നിൽക്കുന്നവരെ അബ്അദഹുമുല്ലാഹ്, പടച്ച റബ്ബ് വിദൂരമാക്കിട്ടെ, അല്ലെങ്കിൽ വിദൂരമാക്കിയിരിക്കുന്നു എന്നർത്ഥം വരുന്ന വാക്ക് പ്രവാചകർ പറഞ്ഞെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നല്ല മജ്ലിസ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദുആരക്കുന്ന മജ്ലിസ്, ആലിമീങ്ങളുള്ള മജ്ലിസ്, ഒരൽപ്പം ഒരു 5 മിനിറ്റ് നീണ്ടുപോയാലും എനിക്ക് ആ ദുആയിൽ കൂടണം. എന്റെ ബേജാർ, ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവിടേക്ക് സക്കീനത്താണ് ഇറങ്ങുന്നത്, സമാധാനമാണ്, ശാന്തിയാണ്. വഹഫത്തുഹുൽ മലായിക, അല്ലാഹുവിന്റെ ബാനലോകത്തുള്ള മലാക്കമാരാണ് പൊതിയുന്നത്. വഗശിയത്തുഹുമുർ റഹ്മ, റഹ്മത്ത്, അനുഗ്രഹം അല്ലാഹുവിൻ്റെതുണ്ടാകുന്ന മജ്ലിസിൽ വെച്ചു ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദുആരക്കുന്നതിന് മുമ്പ് തുടങ്ങിയതിനെ ഞാൻ 1 മിനിറ്റിൽ അവസാനിപ്പിക്കട്ടെ. മഹാനായ ശംസുൽ ഉലമ പാതിരാത്ര സമയത്ത് ഉസ്താദിന്റെ റൂമിനെ വാതിൽ മുട്ടിക്കടന്നു. കടന്നപ്പോൾ ഉസ്താദ് എഴുന്നേറ്റു. എന്താ വന്നത് പൊന്നുമോനെ ഈ രാത്രി സമയത്ത്? ഉസ്താദേ, നിങ്ങളെ ഒരുത്തൻ ചോദ്യം ചെയ്യുകയാണ്, ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, വല്ലാതെ നിങ്ങളെ അലറ്റുകയാണ്, വിഷമിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പൊരുത്തം തന്നാൽ നാളെ ഞാൻ അവനിക്ക് മറുപടി പറയാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹസ്രത്ത് തൻ്റെ തലയിലെ തലപ്പാവെടുത്ത് ശംസുൽ ഉലമയുടെ തലയിൽ വെച്ച് അതാ തലയോടിയും കൊണ്ട് പറയുന്നു, അജസ്തോ, നിനക്ക് ഞാൻ പൊരുത്തം തന്നു, നിനക്ക് ഞാൻ സമ്മതം തന്നു. ആ പിറ്റേ ദിവസം രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ക്ലാസ്. ബഹുമാനപ്പെട്ട അബ്ദുറഹീം ഹസ്രത്ത് എഴുന്നേറ്റും കൊണ്ട് ക്ലാസ് തുടങ്ങിയപ്പോ ഈ മനുഷ്യൻ എണീച്ചു, ചോദ്യം ചെയ്യാൻ, ക്വസ്റ്റ്യൻ ഇടാൻ, ഉസ്താദിനോടൊന്ന് ചോദ്യം ചെയ്യാൻ. തിക്കോടിക്കാരൻ ആ സമയത്ത് മഹാനായ ശംസുൽ ഉലമ ആ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് സമ്മതം തരണം. ഉടനെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, എടോ, നീ ഇത്രാം തീയതി മുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നിന്റെ ചോദ്യം ഇന്നേതാണ്, നിനക്കുള്ള മറുപടി ഇന്നേതാണ്. എല്ലാം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ദുആരന്നു. ആ ഉസ്താദിന്റെ പൊരുത്തം മാത്രമാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചതെന്റെ മക്കളെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ശംസുൽ ഉലമക്ക് ഇടരണ്ട വന്നില്ല, പതരണ്ട വന്നില്ല. ആരുടെ മുന്നിലും അള്ളാഹുവിന്റെ ദീനിനെ ചോദ്യം ചെയ്യുന്നവരുടെ മുന്നിൽ ഇടരാതെ പതരാതെ അള്ളാഹുവിന്റെ ദീനിനെ ഖയാമത്ത് നാൾ വരെ നിലനിർത്താനുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ട് മഹാനായ ശംസുൽ ഉലമ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ യുവതലമുറകളോട്, വളർന്നു വരുന്ന ചെറുപ്പക്കാരോട്, സംഘടനാ പ്രവർത്തകരോട് പറയുവാനുള്ളത്, അദബില്ലാത്ത, അച്ചടക്കമില്ലാത്ത, അനുസരണമില്ലാത്ത, വെറും ലീഡർഷിപ്പ് ക്വാളിറ്റി മാത്രം മാനേജിങ്ങും മെയിൻറ്റനിങ്ങും ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ശംസുൽ ഉലമ പറഞ്ഞല്ലോ, തൻ്റെ മക്കളെ വിളിച്ചിട്ട്, തൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് എൻ്റെ ഉയർച്ചയുടെ കാരണം അതേ ഹസ്രത്താണെന്ന് ബാക്കിയാത്ത് സ്വാലിയാത്തിൽ, അതേ ബാക്കിയാത്ത് സ്വാലിയാത്തിൽ പഠിച്ചിട്ട് 8 വർഷക്കാലം അവിടെ നിന്ന് ബഹുമാനപ്പെട്ട കെ ഹസ്രത്തിനെയും ശംസുൽ ഉലമയെയും ബാക്കിയാത്ത് സ്വാലിയാത്ത് വിടുമ്പോൾ അവിടുത്തെ ഉസ്താദന്മാർ പറഞ്ഞത്, കേരളത്തിലേക്ക് 2 ഇൽമു നിറക്കപ്പെട്ട കപ്പലുകളെ ഞാൻ വിടുകയാണ്, ഞങ്ങൾ വിടുകയാണ്. 8 വർഷക്കാലം ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്ത്, പഠിച്ച സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് അവസാനം പറഞ്ഞു, എനിക്ക് കാഴ്ചയുടെ കണ്ണിന് വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് 8 വർഷം ജോലി ചെയ്ത് കേരളത്തിൽ വന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യമനിൽ നിന്ന് പറഞ്ഞയച്ച പരമ്പരാഗതമായ ഇൽമിനെ ലോകത്തേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന്റെ, ലക്ഷക്കണക്കിന്റെ ആലിമീങ്ങളെ ഈ സമുദായത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് സാരപ്പുണിയിൽ ശംസുൽ ഉലമയുടെ പേര് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, തിങ്കളാടിയിലുണ്ടെങ്കിൽ, കുംബ്രയിലുണ്ടെങ്കിൽ, രഞ്ജലാടിയിലുണ്ടെങ്കിൽ, കർണാടകയുടെ മുക്കിലും മൂലയിലും ശംസുൽ ഉലമയുടെ പേര് പറയുന്ന ആളുണ്ടെങ്കിൽ അത് അള്ളാഹു അനുഗ്രഹം ചെയ്ത. ഇത് നിങ്ങൾ വിചാരിക്കരുത് ശംസുൽ ഉലമാന്റെ
പേരിൽ എന്തിനി എപ്പോഴും നേർച്ച, എപ്പോഴും സംഭാവന, എപ്പോഴും പിരിവ്. ഈ ബാല്യക്കാർ അതിന് ഈ സാരപ്പുണി തന്നെ സാക്ഷിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ ഉയർന്നു കിടക്കുന്ന പള്ളിയും മദ്രസയും മാത്രമല്ല ഈ നാട് ഹർ ഗർഭലേക്ക് ബഅദ് സിന്ദാ ഹോത്താ ഹൈ. ഓരോ പ്രതിസന്ധികൾ നേരിട്ടും കൊണ്ട് ഈ രാജ്യത്തിൽ തന്നെ ഒരു പേരും പ്രശസ്തിയുമുള്ള നല്ലൊരു അനുസരണമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തുന്ന ഒരു നാടായി വളർന്നു വരികയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും പറയുവാനുള്ളത്, നമ്മുടെ സംഘാടകർ നിരാശപ്പെട്ടു പോകരുത്, നമ്മുടെ സംഘാടകർ ബേജാറായി പോകരുത്. നമ്മുടെ സംഘാടകരിൽ നിന്നെങ്കിലേ സഹായിക്കേണ്ടത് 100 രൂപയുള്ളവർ 100 രൂപ, 500 രൂപയുള്ളവർ 500 രൂപ, 1000 രൂപയുള്ളവർ 1000 രൂപ. എന്തിനി ഈ മക്കൾ തളരാതെ ശംസുൽ ഉലമയുടെ മക്കൾ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുന്ന ഈ കപ്പലുമായി മുന്നോട്ട് പോകണം. നിങ്ങൾ സഹായിച്ചത് കൊണ്ടാണ് അൽഹംദുലില്ലാ ചെറിയ മുളയിട്ട ഓടിട്ട മദ്രസയിൽ നിന്ന് ഇന്ന് സുന്ദരമായ ഉയർന്നു നിൽക്കുന്ന ഒരു മദ്രസ. മാത്രമല്ല അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടെ നല്ല ഒരു പള്ളി അള്ളാഹു പരിശുദ്ധ റമദാനിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർ മാഷാ അല്ലാ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ ഉമ്മമാരെ, നിങ്ങളിലേക്ക് ഇന്നലെ ഒരു കവർ കൊടുത്തയച്ചിട്ടുണ്ട്. അത് മറന്നു പോകാതെ, ചിലപ്പോൾ കവർ കൊണ്ടുവന്നില്ലെങ്കിൽ ബേജാറാകണ്ട. ആ കവറിലിടേണ്ട പൈസ ഇതിലിട്ടിട്ട്, കാരണം ടിൻ സൗണ്ട് കേൾക്കാൻ ഇത് പ്ലാസ്റ്റിക്കാണ്. ഈ കോയിൻസ് ഒന്നും ഇടണ്ട, നല്ല നോട്ടുകൾ ഇട്ടിട്ട് ഞങ്ങളെ മക്കളെ സഹായിക്കണം. വേറെ സംഭാവനകൾ പിരിവുകളൊന്നും ഇവിടെ ആവശ്യമില്ല. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് റബ്ബേ. ഈ പള്ളി ആര് കെട്ടിക്കുന്നുവോ, ഇതിനാരെല്ലാം സഹായിക്കുന്നുണ്ടോ, ഇതിൻ്റെ കൂടെ ആരൊക്കെ നിൽക്കുന്നുണ്ടോ, ഇതിനൊരിക്കൽ പൈപ്പ് പിടിച്ചിട്ടൊരു വെള്ളം കാണിച്ചവർക്കും സ്വർഗം പ്രതിഫലം നൽകണം തമ്പുരാനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഈ പാട്ടയുമായി വരുന്നുണ്ട്. അതുപോലെ എൻ്റെ വേദിയിലുള്ളവരോട് എല്ലാവരോടും പറയുവാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ സംഭാവന, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നല്ല കണക്കാക്കിയിട്ട് നമ്മുടെ മക്കളെ നിരാശപ്പെടുത്താത്ത നിലക്ക്, കാരണം ഈ ലൈറ്റും കത്തിച്ച് മൈക്കെല്ലാം ശബ്ദം ഉണ്ടാക്കി സ്റ്റേജെല്ലാക്കി നാളെ അവരെ നിരാശപ്പെടാത്ത നിലക്ക് എല്ലാവരും ആരും ബാക്കിയാവാതെ എൻ്റെ വേദിയിലുള്ള മാഷാ അല്ലാ അടുത്ത വർഷത്തേക്ക് അത് ഇൻഷാ അല്ലാ അത് ഇടായിക്കോളൂടെ പേടിക്കേണ്ട വേണ്ടി എത്ര കിട്ടുന്ന അടുത്ത വർഷത്തേക്കും ആരെങ്കിലും വാഗ്ദാനം ചെയ്തതിനേക്കാൾ ഏറെ ഇന്ന് നമ്മുടെ മക്കളെ നിരാശപ്പെടുത്താത്ത നിലക്ക് മാഷാ അല്ലാ നമ്മുടെ അബ്ദുൾ റസാഖ്, നമ്മുടെ കുറുങ്ങണി, നമ്മുടെ അടിക എല്ലാവർക്കും ഒന്ന് വലിയ ഒരു ഫേമസ് ഫുഡ് ഉണ്ടാക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൾ റസാഖ് ശംസുൽ ഉലമാൻ്റെ പേര് പറഞ്ഞാൽ മതി, അരി ഞാൻ തരാമെന്ന് പറഞ്ഞ് എല്ലാ കൊല്ലവും തരുന്നുണ്ട്. അടുത്ത കൊല്ലത്തേക്ക് ഞാൻ തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ അബ്ദുൾ റസാഖിൻ്റെ കാര്യങ്ങൾ അവരറിയാത്ത നിലക്ക് നീ പൂർത്തിയാക്കി കൊടുക്കണം തമ്പുരാനെ. വീടായി സ്വന്തം മക്കളെ കെട്ടിക്കേണ്ട കാര്യം എല്ലാം പടച്ചോനെ നല്ല നിലക്ക് നീ പൂർത്തിയാക്കി കൊടുക്കണം തമ്പുരാനെ. ഖൈർ നൽകണം റഹ്മാൻ. മാഷാ അല്ലാ നമ്മുടെ ഇസ്മായിൽ ചാ ഘട്ടമനെ, നമ്മളൊക്കെ വലിയ ഞങ്ങൾ ഒന്നിച്ചുള്ള നമ്മളെ കൂട്ടുകാർ ഇസ്മായിൽ ചാ, നമ്മളെ ഇവരൊക്കെ അൽഹംദുലില്ലാ പടച്ചോനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഷരീഫ് അൽഹംദുലില്ലാ. നമ്മുടെ സാബു ഹാജി ബിസ്മില്ലാ, എല്ലാം അൽഹംദുലില്ലാ നല്ല സംഭാവനയാണ്. 4 നമ്പർ വന്നിട്ടില്ല, ഞാൻ അറബിച്ച ഒരു ഗ്രൂപ്പാണ്, കമ്പനിയാണ്. അറബി ചാക്ക്, ഇസ്മായിൽ ചാക്ക്, സാബു ചാക്ക്, അതുപോലെ നമ്മൾ ഞാൻ കുഞ്ഞിപ്പ എന്ന് പറഞ്ഞെങ്കിൽ ഞാനൊക്കെ ഞങ്ങളെക്കാൾ ഹിരിയന്മാർ കുഞ്ഞിപ്പച്ച. അള്ളാഹുവേ ആഫിയത്ത് കൊടുക്ക് തമ്പുരാനെ, ആരോഗ്യം കൊടുക്ക് തമ്പുരാനെ. നമ്മൾ അറബിച്ച ഇവിടെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം, കാരണം സ്വന്തം ഞങ്ങളൊരു ജാഗയുണ്ട്, അറബിച്ചാൻ്റെ ജാഗന ഞങ്ങളുടെ ജാഗയെന്ന് പറയും. അള്ളാഹുവേ അയാൾക്ക് നീ ഏറ്റി കൊടുക്ക് തമ്പുരാനെ, ബർക്കത്ത് നൽകു തമ്പുരാനെ. ആരോഗ്യമില്ലാത്ത മകനിക്ക് നീ ആരോഗ്യം നൽകു തമ്പുരാനെ. ഇസ്മായിൽ ചാക്ക് നീ ബർക്കത്ത് ചെയ്യ് തമ്പുരാനെ. അതുപോലെ തന്നെ കുഞ്ഞിപ്പച്ചാക്ക് നീ ബർക്കത്ത് ചെയ്യ് തമ്പുരാനെ. അതുപോലെ ഞങ്ങളെ പ്രിയങ്കരനായ നമ്മുടെ കൂട്ടുകാരൻ സാബുച്ച എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. മാഷാ അല്ലാഹ് ഉണ്ട് ഇപ്പൊ ബസ്. മാഷാ അല്ലാഹ്, യാ അല്ലാഹ് യാ അല്ലാഹ്. പൽത്താട് അബ്ബാസ് ചാ ഞങ്ങൾക്ക് പാവം. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ, നീ കബൂലാക്കണം തമ്പുരാനെ, നീ സ്വീകരിക്കണം തമ്പുരാനെ. അബ്ബാസ് ചാനെ സമസ്തക്കാർക്ക്, സമസ്തൻ്റെ പ്രവർത്തകന്മാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അങ്കത്തടുക്കത്ത് ആ തോണി, ആ കപ്പലുണ്ടാക്കിയിട്ട് ആരുമാരുമില്ലാത്ത സമയത്ത് ആ സമ്മേളനത്തിന് ആദ്യം ഞങ്ങൾക്ക് സഹായിച്ച വ്യക്തിയാണ് റബ്ബെ. എപ്പോഴും ഞാൻ പറയുന്ന അബ്ബാസ് ചാൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം, അബ്ബാസ് ചാൻ ഒന്ന് ക്ഷണിക്കണോ,
ഏടുക്കും ധൈര്യം നൽകുന്ന അബ്ബാസ് ഷാ, അള്ളാഹുവേ എന്തെന്ന് തരുന്ന ഏടുന്ന് തരുന്ന അറിയില്ല, പടച്ചോ നല്ല ബർക്കത്ത് ചെയ്തിന് അള്ളാഹുവേ. അങ്ങനെ അള്ളാഹു ന്യായമത്ത് പടച്ചോനെ നിനക്കല്ല റബ്ബെ തരുന്നത്, നിന്റെ ദീനല്ല റബ്ബെ തരുന്നത്, ഷംസുലമക്കല്ല റബ്ബെ തരുന്നത്. അള്ളാഹുവേ നീ അവരെ കൈപിടിയല്ല റബ്ബേ, നീ അവരെ സഹായിക്കണം റഹ്മാനെ. ദ്വാരക്കുന്നത് ഞാനല്ല, സയ്യിദ് അവറുകളുടെ ദ്വായുണ്ട്. വലിയ വലിയ ഭാഗ്യക്കാർ നമ്മളൊക്കെ. തങ്ങ ഏടുക്ക് പോയില്ലെങ്കിൽ സാരപ്പണിക്ക് 12 മണി ജാവായെങ്കിൽ തങ്ങ എത്തും. അള്ളാഹുവേ ആ തങ്ങൾക്ക് നീ ദീർഘായുസ് നൽകു തമ്പുരാൻ, ആഫിയത്ത് നൽകു തമ്പുരാൻ. ആരോഗ്യമില്ല അബ്ബാസ് മദനി അങ്ങനെ എത്ര തിരക്കുണ്ടെങ്കിൽ വീടുക്കെല്ലാം വരാണ്ടിരിക്കല. വിലാമാർ അലിമിങ്ങൾ, ഷക്കൂർ ദാരിമിയുണ്ട്, മുത്തലിമികളുണ്ട് റബ്ബേ, ആലിമീങ്ങളുണ്ട് തമ്പുരാനെ. വേസന്മാർ ആഫിയത്തില്ലാത്ത കുഞ്ഞിപ്പ അടക്കമുള്ള പ്രായമുള്ളവരുണ്ട് റഹ്മാനെ. ഞങ്ങൾക്കിനി ദുർബി വെച്ച് തേടിയാലും ഏതിൽ തേടിയാലും ഇത്തരം പ്രായമുള്ള വയസ്സന്മാരെ മജ്ലിസിൽ കാണാത്ത കാലഘട്ടമാണ് റബ്ബേ. എങ്കിലും ഇരുന്നിട്ടുണ്ട് റബ്ബേ. ഇവരെ 1 മണിക്കൂറിന്റെ ഇരുത്തം നേരത്തെ ഞങ്ങളെ നിസാമി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 70 കൊല്ലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തതിനേക്കാൾ ഖൈറായ ഇരുത്തമായി നീ സ്വീകരിക്കണം തമ്പുരാനെ. അബ്ബാസ് ച്ച തന്ന ഈ വലിയ സംഭാവന, ധാരാളം സിമെന്റ് മദ്രസ തുടങ്ങുമ്പോൾ തുടങ്ങി എടുക്ക് തരാൻ ഏടുക്കെല്ലാം തരുന്ന് പടച്ചോനെ നീ കൊടുക്ക് റബ്ബേ. കോരിയും ഭാര്യയും നിന്റെ തീർന്നു പോകാത്ത ഖജാന ഇന്ന് സഹായിക്കണം റഹ്മാൻ. നമ്മളെ പാൽത്താട് ഫവാസ് ബാറക്കല്ലാ, അങ്ങനത്തെ ബാല്യക്കാർ അൽഹംദുലില്ലാഹ്. ഫവാസിന് നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. അവൻ തന്നതിലും അവൻ ബാക്കി വെച്ചതിലും റബ്ബേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്നുവല്ലോ റബ്ബേ. സമ്പന്നർ കച്ചവടക്കാർ ബേജാറായി കിടക്കുകയാണ്, നിരാശപ്പെട്ട് കിടക്കുകയാണ് റബ്ബേ. അവരെ നിരാശ നീക്കി അവരുടെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ, അവരുടെ വീട്ടിൽ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. നിസാർ അല്ലേ ഫവാസിന് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ബിസ്മില്ലാ. നമ്മളെ നവാസ് പറപ്പുഞ്ച പ്രസിഡന്റ് അല്ലേ, മാഷാ അല്ലാ. നവാസ് ചെറിയ ബാല്യക്കാർ, അല്ലാഹുവേ നവാസിന് നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. നവാസിന് നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. നമ്മുടെ ഷെരീഫ് തന്നിട്ടുണ്ട് റബ്ബേ, അതുപോലെ ഇസ്മായിൽ, ഇബ്രാഹിം, ഒരുപാട് ആളുകൾ. ആരും റബ്ബേ അവരെ കയ്യിലുള്ളത് 100 രൂപയെങ്കിലും വലിച്ച് പടച്ചവനെ ഞങ്ങളെ മക്കളുടെ കാര്യക്രമമാണ്. കാരണം അത്ഭുതപ്പെട്ടു പോകും ഇവിടുത്തെ വളർച്ച. ആർക്കും അസൂയ തോന്നും ഇവിടുത്തെ വളർച്ച. അല്ലാഹുവേ ഇത് നീ ഏറ്റി നിലനിർത്തി തരണം തമ്പുരാനെ. ഈ മദ്രസക്ക്, ഈ പള്ളിക്ക് ഒരു നയാ പൈസ കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു കല്ല് കൊണ്ട് ആര് സഹായിച്ചിട്ടുണ്ടോ അവരുടെ മരിച്ചുപോയവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണം തമ്പുരാനെ, സ്വർഗപ്പുങ്കാവനമാക്കണം തമ്പുരാനെ. വിശാൽ മാഷാ അല്ലാഹ്. നമ്മളെ അസീസ് കട്ടത്താർ ഈ പള്ളീനെ കെട്ടിക്കാനല്ല അല്ലേ കൂടെ നിൽക്കുന്ന നമ്മളെ പുത്തുഹാജിന്റെ മരുമോൻ അല്ലേ, അൽഹംദുലില്ലാ അസീസ്. അൽഹംദുലില്ലാ അബ്ദുൽ അസീസിന് നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ, ഇസ്സത്ത് നൽകണം തമ്പുരാനെ, അഭിമാനം നൽകണം തമ്പുരാനെ റബ്ബേ. ഈ പള്ളിയെ പൂർത്തിയാക്കിയതിന് പകരം ഇതിനാരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ ഒന്ന് പുഞ്ചിരിയോട് കൂടെ ഈ പള്ളിയെ നോക്കിയവരെ സ്വർഗത്തിനുള്ള സാക്ഷിയുള്ള ഭവനമാക്കി ഈ പള്ളിയെ നീ മാറ്റണം റഹ്മാനെ. ഇതിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ടല്ലാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിച്ച് കളയല്ല റഹ്മാൻ. ഒരുപാട് ഉമ്മമാർ റഹ്മുറാഹിമേ ഈ സാരപ്പുണിയിൽ അള്ളാഹുവിന്റെ ദീനിന് മദ്രസയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട്. അവരുടെ അരികിലേക്ക് പാട്ടയുമായി വരുമ്പോൾ 1 രൂപ 10 രൂപ എത്രയുണ്ടോ അവർ ഇട്ടിട്ടുണ്ട് തമ്പുരാനെ. ആ ഉമ്മമാർക്ക് നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ, അവിടെ ബേജാറ് തീർത്തു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഇവിടെ നിന്ന് ഇവിടെ മദ്രസയ്ക്ക് വേണ്ടി പണിയെടുത്ത പലരും ഞങ്ങളിന്ന് മരിച്ചു പോയിട്ടുണ്ട്. പള്ളിയുഞ്ച അടക്കമുള്ള ഒരുപാട് ആളുകൾ അവരുടെ ആഖിറം നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. മാഷാ അല്ലാ. അബ്ദുൽ ഖാദർ പമ്മല എന്ന് പറയുന്ന ഒരാള് വിസ ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടി ഗൾഫിലേക്ക് പോകാൻ പോയിനല്ലേ, അൽഹംദുലില്ലാ. അവിടെ വിസ ശരിയാക്കാൻ അർഹമുറാഹിമേ ഇവിടേക്ക് ഇറച്ചി നേർച്ചയാക്കിയിട്ടുണ്ട്. നീ കബൂലാക്കണം തമ്പുരാനെ, ഖൈർ നൽകണം തമ്പുരാനെ. 3000 രൂപ തന്നത് നീ കബൂലാക്കണം തമ്പുരാനെ. എല്ലാവരും നിങ്ങളെ കയ്യിൽ എന്തുണ്ടോ അത് ബഹുമാനപ്പെട്ട മാഷാ അല്ലാ നമ്മളെ ഷെരീഫ് അതിലൂടെ നാട്ടിലുണ്ടാ ആദരോടി അൽഹംദുലില്ലാ. ഗൾഫുകാരൻ നമുക്കൊക്കെ സഹായിക്കുന്ന നമ്മളെ കലന്തർ കുട്ടിച്ചാൻ്റെ അള്ളാഹു ആ കുട്ടിച്ചാൻ്റെ ഖബറടം
സ്വർഗപ്പൂങ്കാവനമാക്കി മാറ്റട്ടെ. എപ്പോഴും സദസ്സിലുണ്ടെങ്കിൽ ചിരിച്ചോണ്ടുണ്ടാവും. നല്ല നല്ല ആളുകൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല റഹ്മാനെ. അവർ 6 അടി മണ്ണിൻ്റെ ഉള്ളിലാണ് തമ്പുരാനെ. ആ കലന്തറിൻ്റെയും അതുപോലെ ഷാഫി, അവരുടെ ബാപ്പ കുട്ടിച്ച, ഞങ്ങളുടെ പിരിസപ്പെട്ട കുട്ടിച്ച, ഈ മദ്രസയ്ക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്നിരുന്നവർ, അവർക്ക് നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാൻ. ഒരു ആഖിറ നീ വെളിച്ചമാക്കി കൊടുക്കണം തമ്പുരാനെ. ഖബറിടം സ്വർഗപ്പൂങ്കാവനമാക്കണം. അഷ്റഫ് എന്ന് പറയുന്ന യാ അള്ളാ, അഷ്റഫ് എന്ന് പറയുന്ന അസരി യാ അള്ളാ, നമ്മളസരി യാ അള്ളാ, ആക്സിഡൻ്റ് ആയിട്ട് പുരയിലുണ്ട് എന്നാണ് പറയുന്നത് കേട്ടെ. 500 രൂപ ഈ അപകടത്തിൻ്റെ സമയത്തും അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തണം തമ്പുരാന്. ഷിഫാ നൽകണം തമ്പുരാന്, ആഫിയത്ത് നൽകണം തമ്പുരാന്, ആരോഗ്യം നൽകണം റഹ്മാന്. മാഷാ അള്ളാ, എല്ലാവർക്കും വേണ്ടി മാഷാ അള്ളാ. നമ്മളെ ലത്തീഫ് അന്ന് ആക്സിഡൻ്റ് ഇതായിട്ട് മരിച്ചല്ലേ, നമ്മളെ ലത്തീഫ്, നമ്മളെ യാ അള്ളാഹ് ലത്തീഫ്, ചെറിയ ബാപ്പ കുഞ്ഞി കാക്ക, അയാൾ മരിച്ചു വീണല്ലേ. അവർക്ക് അള്ളാഹുവെ അവരുടെ ഖബർ നീ വെളിച്ചമാക്കണം തമ്പുരാനെ, ആഖിറം വെളിച്ചമാക്കണം തമ്പുരാനെ. അതുപോലെ നമ്മളെ അബൂബക്കർ, അതുപോലെ ഈ മദ്രസക്കാദ്യത്തിൽ ഈ കല്ല് ഒക്കെ തന്ന അയാളുടെ മരിച്ചുപോയ ഉമ്മാൻ്റെ ആഖിറം നീ വെളിച്ചമാക്കി കൊടുക്കണം തമ്പുരാനെ, ഖബർ വെളിച്ചമാക്കണം തമ്പുരാനെ. മരിച്ചുപോയ ബാപ്പ കുടുംബക്കാരുണ്ടോ നമ്മളെ അബൂബക്കർ, അവൻ്റെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. ഞങ്ങളെ സ്ഥാപനവുമായി സഹായിക്കാനുള്ള, ബന്ധപ്പെടാനുള്ള തൗഫീക്ക് നൽകണം തമ്പുരാനെ. ഇൻഷാ അള്ളാ എല്ലാവർക്കും വേണ്ടി നിങ്ങളെ കയ്യിലുള്ളത് സയ്യിദ് അവറുകളെ കൈ അവസാനം മുസാഫാത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല നിയ്യത്താക്കിയിട്ട് എൻ്റെത് ഒരു 10 രൂപയെങ്കിലും തങ്ങളുടെ കയ്യിൽ എനിക്ക് ഏൽപ്പിക്കണം. ആ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളെ ബേജാറുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഇന്നലെ ഒരു ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്താദെ 4 ചെറിയ പെൺമക്കളാണ് ഉസ്താദെ 4, പക്ഷേ എൻ്റെ ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് എൻ്റെ എനിക്ക് ക്യാൻസർ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു പെണ്ണുങ്ങൾ, 4 കുട്ടികളുണ്ട്. അൽഹംദുലില്ലാ റഹ്മാനുർ റഹീമേ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദുആ ചെയ്യാം. നമ്മുടെ അസൈനാർ ബാറക്കല്ലാഹ്, അല്ലാഹ് വലിയ ബർക്കത്ത് ചെയ്ത മനുഷ്യൻ. ചെറിയ കച്ചവടത്തിൽ എല്ലാം മക്കളെ കെട്ടിച്ചതും കുടുംബത്തിലും പുരയിലൊക്കെ നല്ല സദ്യ, വിരുന്നും മൗലൂദും ഒക്കെ അള്ളാഹു അസൈനാറിനും ജ്യേഷ്ഠ ഇബ്രാഹിം അവരുടെ കുടുംബത്തിന് ഈ പള്ളിയുമായി മദ്രസയുമായി കൂടുതൽ സമ്പർക്കമുള്ളവരാണ് റബ്ബെ. അസൈനാറിനെ നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ, അവൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. വലിയ ലക്ഷക്കണക്കിൻ്റെ ചെലവിട്ടിട്ടാക്കുന്നവരൊന്നും ഇവൻ്റെ കാർബാറൊന്നും ആക്കുന്നില്ല. അത് അള്ളാഹു ബർക്കത്ത് ചെയ്ത കച്ചവടമാക്കി മാറ്റണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ആസിഫ് ബാറക്കല്ലാഹ് മാഷാ അല്ലാഹ്, ആസിഫും അത് പിന്നെ എല്ലാവരും നിങ്ങൾ സംഭാവനകൾ തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് വായിച്ചു ഞാൻ തങ്ങൾ അബ്ദുൽ ലത്തീഫ് സാരപ്പണി ദുബായിൽ നിന്ന് 1000 രൂപ അള്ളാഹുവെ നീ കബൂലാക്ക് തമ്പുരാൻ, നീ സ്വീകരിക്ക് തമ്പുരാൻ. അവൻ്റെ മരിച്ചുപോയ ബാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവേ. മരിച്ചവർക്ക് വേണ്ടി വേറെ എന്തുണ്ട്? അവരിന്ന് ഖബറിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു. ഘട്ടമന ജുമാഅത്ത് പള്ളിയിൽ നിന്ന്, ഓലമുണ്ടോ ജുമാഅത്ത് പള്ളിയിൽ നിന്ന്, രഞ്ചലാടി ഖബർസ്ഥാനിൽ നിന്ന്, തിങ്കളാടിയുടെ ഖബർസ്ഥാനിൽ നിന്ന്, ഷേഖ് മലയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു, പൊന്നുമോനെ ആ മജ്ലിസിൽ വെച്ച്, എൻ്റെ ശംസുൽ ഉലമയുടെ മജ്ലിസിൽ വെച്ച് എനിക്ക് വേണ്ടി